മീൻ മുള്ളു അകത്ത് നോക്കിയേ, അത്യാവശ്യം നല്ല ക്ലിയർ ആയിട്ടുണ്ട്. പിന്നെ ഇതിനകത്താണെങ്കിൽ പക്ഷികളെ കൊണ്ടിട്ട എല്ലും മുള്ളും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ നമ്മൾ പോണതിന് മുന്നേ പിള്ളേർക്ക് ഡോക്സിസൈക്ലിൻ കൊടുക്കും. പിന്നെ സമയാസമയങ്ങളിൽ നമുക്ക് ജ്യൂസ്, ഫോറിൻ മിഠായി കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഇത് ആക്ച്വലി പേരക്ക ജ്യൂസാണെന്ന് തോന്നുന്നു. നൈസായിട്ടുണ്ട് കേട്ടോ. രണ്ട് ഇൻഫർമേഷൻസ് കൂടെ എനിക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യാനുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഡോക്സിസൈക്ലിൻ്റെ കാര്യം പറഞ്ഞില്ല, അത് ആക്ച്വലി ഒരു ആൻറ്റിബയോട്ടിക് ആണെങ്കിലും നമുക്ക് പ്രതിരോധത്തിനും കൂടെ എടുക്കാൻ പറ്റുന്ന മരുന്നാണ്. എൻ്റെ അറിവ് ജസ്റ്റ് ഷെയർ ചെയ്യുന്നു, ഡോക്യുമെൻ്റ് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. പിന്നെ അതുപോലെ മെയിനായിട്ട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഇതുപോലെ ക്രോക്സും കാര്യങ്ങളൊക്കെ ഇടുമല്ലോ, ഷൂ ഒക്കെ ആണെങ്കിൽ നമ്മൾ അഴിച്ചിട്ടെടുത്തുനിന്ന് തിരിച്ചിടുമ്പോഴത്തേക്കും ഒന്ന് കൊട്ടണം എന്നൊക്കെ പറയാറുണ്ട്. കാരണം അകത്ത് ഇഴജന്തുക്കളൊക്കെ കയറിയേക്കും. പലപ്പോഴും നമ്മൾ വിട്ടുപോണ കാര്യമാണ് ക്രോക്സിൻ്റെ ഒക്കെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് നോക്കാനായിട്ട്. അപ്പം അതും കൂടെ ശ്രദ്ധിച്ചേക്കുക. കാരണം മഴയും വെയിലും ഒക്കെ അങ്ങനെ മാറി മാറിയൊക്കെ വരുമ്പോൾ അതിൻ്റെയൊക്കെ റിസ്ക് കൂടുതലാണേ.